എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന് 32 മുതൽ 39 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ, 32 മുതൽ 31 വരെയുള്ളതായ വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച് പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. നമ്മൾ ഈ 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനും പഠിക്കുവാൻ സാധിക്കുന്നത് പരമയാഗമായ കർത്താവായ യേശു ക്രിസ്തുവിനെ വരച്ച് കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി പരമയാഗമായ നമ്മുടെ കർത്താവിന് കരങ്ങളെത്തി മഹത്വം കൊടുത്താട്ടെ, ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ 26 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാനുള്ളതായ ഒരു വലിയ ആഹ്വാനം കർത്താവിന്റെ ദാസനെ പൗലോസ് എബ്രായ വിശ്വാസികളോട് അനുശാസിക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയ ആഹ്വാനം അവർക്ക് കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായ ആഹ്വാനം ഇന്നും കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിൽ എന്താണ് സ്ഥിരപ്പെടുക അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ 10-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്യാഗത്തിന് എതിരെയുള്ളതായ ഒരു മുന്നറിയിപ്പ്, അന്ത്യകാലത്ത് വിശ്വാസ ത്യാഗം ഉണ്ടാകും. അപ്പോൾ എബ്രായ വിശ്വാസികളെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ ക്രിസ്തുവിനോടുള്ളതായ ഏകാഗ്രതയൊക്കെ നഷ്ടപ്പെട്ട് ക്രിസ്തുവിനേക്കാൾ കൂടുതൽ അവർ യഹൂദ പ്രമാണങ്ങൾക്കും ന്യായപ്രമാണത്തിനും മോശയ്ക്കും അതുപോലെ മറ്റുള്ളതായ പല പാരമ്പര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് മനസ്സിലാക്കിയതായ പൗലോസ് അവരെ അതിൽ നിന്ന് ഒന്ന് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ഹല്ലേലൂയ കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തായ കാര്യങ്ങള് പൗലോസ് പറഞ്ഞുകൊണ്ടാണ് വാസ്തവത്തിൽ ഇതിന്റെ ആരംഭം തന്നെ എബ്രായ ലേഖനം ആരംഭിക്കുന്നത്. തന്നെ ശ്രേഷ്ഠമായ പല കാര്യങ്ങള് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു, ആ ദൈവത്തെ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ദൈവവാസന തുടങ്ങുന്നത്. നമുക്ക് കാണുവാൻ സാധിക്കും ശ്രേഷ്ഠമായ യാഗം. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഒത്തിരി യാഗങ്ങൾ അർപ്പിക്കണമായിരുന്നു, നമ്മുടെ പാപത്തിന് വേണ്ടി ഒത്തിരി യാഗങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി എന്തുവാണ് ഹല്ലേലൂയ പരമ യാഗമായി ശ്രേഷ്ഠമായ യാഗം. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠനായ വലിയവനായ എല്ലാ പുരോഹിതന്മാരെക്കാൾ വലിയ പുരോഹിതനാണ്. അവൻ മോശയേക്കാൾ വലിയവന്, അവൻ അഹരോനേക്കാൾ വലിയവന്, അവൻ യാഗങ്ങളെക്കാൾ വലിയവൻ. ഹല്ലേലൂയ. ആ വലിയവനായ ദൈവത്തെ നിങ്ങൾ മറക്കരുത് എന്ന് പറയുന്നത് നമുക്ക് ഈ എബ്രായയിലും വായിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ വിശ്വാസ ത്യാഗത്തിന് എതിരുള്ളതായ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് പൽക്കാലം വായിച്ചതായ വാക്യങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ളതായ ഒരു വലിയ പ്രതീക്ഷയോടെ ദൈവമക്കളെ ആയിരിക്കണം, ജീവിക്കണം എന്നുള്ളതായ ഒരു വലിയ ആഹ്വാനം അവർക്ക് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിലെ ഒത്തിരി മുന്നറിയിപ്പുകൾ ഉള്ളതായ ഒരു ലേഖനമാണ് ഈ എബ്രായ ലേഖനം. കരുതിക്കൊള്ളുക എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുറുകെ പിടിച്ചുകൊള്ളുക, അതുപോലെ തന്നെ ഉത്സാഹിക്കുക, ശ്രദ്ധിച്ചു നോക്കുക, സ്ഥിരതയോടെ ഓടുക. ഇതെല്ലാം ഈ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ആരംഭം തുടങ്ങുന്നത്. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാൽ പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്ന ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്ത് കൊള്ളുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. നമ്മൾ താഴോട്ട് വായിച്ചിരുമ്പോൾ ഇവിടെ 2 കൂട്ടരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹല്ലേലൂയ നാശത്തിലേക്ക് പിന്മാറുന്നതായ ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എബ്രായ ക്രിസ്ത്യാനികളെ കർത്താവിനെ അറിഞ്ഞ് കഷ്ടം സഹിച്ച് തീഷ്ണതയോടെ ആവേശത്തോടെ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് കടന്നു വന്നതായ ഒരു കൂട്ടം ജനങ്ങളായിരുന്നു. എന്നാൽ അവർ പിന്നീട്
പിന്നീട് എന്തുവാണ് ഹല്ലേലൂയ ഈ അവരെ ഈ കർത്താവിനെ മറന്ന് യാത്ര ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ പൗലോസ് പറയാണ്, നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ആകരുത്. നാശത്തിലേക്ക് പിന്മാറുന്നതായ ഒത്തിരി പേരുണ്ട്, അവരുടെ കൂട്ടത്തിൽ നിങ്ങളെ ആകരുത്. അപ്പോൾ ഒരു കൂട്ടരെ കുറിച്ച് ഇവിടെ ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ പൗലോസ് പറയുന്നത് നാശത്തിലേക്ക് പിന്മാറുന്നതായ ഒരു കൂട്ടം ആളുകളെ. രണ്ടാമത്തെ ഒരു കൂട്ടരെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിലെ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. പിന്നെ രണ്ടാമത്തെ കൂട്ടരെ നമ്മൾ വായിക്കാം, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്ര ആകുന്നു. അപ്പോൾ രണ്ട് കൂട്ടരെയാണ് ഇവിടെ കാണുന്നത്. ഒന്ന് ഹല്ലേലൂയ നാശത്തിലേക്ക് പിന്മാറുന്നവര്, രണ്ടാമത്തെ കൂട്ടവര് രക്ഷിക്കപ്പെട്ട് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തില്. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ജീവരക്ഷ പ്രാപിക്കുവാനായിട്ട്, രക്ഷിക്കപ്പെടുവാൻ ഹല്ലേലൂയ കർത്താവ് നമ്മളെ സഹായിച്ചപ്പോൾ നമ്മളെ ഏത് കൂട്ടത്തിലാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ ഒരു ഉഴപ്പ ജീവിതം അല്ലെങ്കിൽ ഒരു അലസ ജീവിതം ചെയ്യുവാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ എപ്പോഴും എന്താണ് കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ വീണ്ടും ഈ 11-ാം അധ്യായത്തിൽ അടക്കുമ്പോൾ മൂന്നാമതൊരു കൂട്ടരെ കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ കൂട്ടരെ നാശത്തിലേക്ക് പിന്മാറുന്നവരെ, രക്ഷിക്കപ്പെട്ട് ജീവരക്ഷ പ്രാപിക്കുന്ന മറ്റൊരു കൂട്ടരെ. എന്നാൽ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്തുവാണ് ഈ വിശ്വാസത്തിലേക്ക് എന്തുവാണ് ഡിസ്ട്രക്ഷൻ കിട്ടി, അല്ലെങ്കിൽ എന്തുവാണ് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് എന്തുവാണ് പാസ്സായ പലരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ അതിന്റെ 11-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം വായിക്കാം. 4-ാം വാക്യം, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. അപ്പോൾ ഇവിടെ ഹാബേലിനെ കുറിച്ച് പറയാണ്. ഹാബേല് മരിച്ചാലും എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു ഹാബേലിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡിസ്റ്റിങ്ഷൻ കിട്ടിയ ആളാണ്. ഹല്ലേലൂയ. നമ്മള് അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് വായിച്ചിടുമ്പോൾ വീണ്ടും ഹാനോക്ക് 365 വയസ്സ് വരെ ഹാനോക്ക് ജീവിച്ചുള്ളൂ. എന്നാൽ തന്റെ ജീവചരിത്രം അവിടെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവന് 3 വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 3 വാക്ക് ഇങ്ങനെയാണ്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹല്ലേലൂയ. നമ്മളൊക്കെ ഈ ലോകത്തുള്ളതായ 10, 60, 70, 80 വയസ്സ് വരെയൊക്കെ മനുഷ്യരെ ജീവിച്ചിരിക്കും. എന്നാൽ അങ്ങനെ ജീവിച്ചിരുന്നതിന് ശേഷം ചിലരൊക്കെ ഓട്ടോബയോഗ്രഫി എഴുതാറുണ്ട്, ബയോഗ്രഫി എഴുതാറുണ്ട്. അവരുടെ ചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ 300, 400 പേജുകളൊക്കെ കാണും. എന്നാൽ ഇവിടെ 365 വർഷം ജീവിച്ചിരുന്ന് 3 വർഷം കർത്താവിനോട് കൂടെ നടന്നതായ ഹാനോക്കിനെ കുറിച്ച് പറയുവാനുള്ളതായ ഹല്ലേലൂയ ചരിത്രം എന്താണ്? 3 വാക്കുകൾ മാത്രമാണ്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചതുപോലെ നമുക്കൊന്ന് ആഗ്രഹിക്കാം, നമുക്കൊന്ന് കൊതിക്കാം. എന്റെ കർത്താവിനെ ഈ തലമുറയിൽ എനിക്ക് പ്രസാദിപ്പിക്കണം. പ്രിയമുള്ളവരെ, അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെതായ പ്രയോറിറ്റി, നമ്മുടെ ആഗ്രഹം. ഹല്ലേലൂയ. അവന് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ആദ്യമായിട്ട് വായിച്ചുകൊണ്ടുപോടെ, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡനങ്ങളാലും, ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നവർക്ക് ഉണ്ടായ ഒരു പ്രകാശത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മുമ്പേ നമ്മളെല്ലാവരും എന്താണ്? ഇരുട്ടിന്റെ മക്കളായിരുന്നു, ഇരുട്ടിൽ യാത്ര ചെയ്തായിരുന്നു, പ്രകാശം ഇല്ലാത്തവരായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ക്രിസ്തുവാകുന്നതായ ഈ പ്രകാശമുള്ളതായ വെളിച്ചമാകുന്നതായ ക്രിസ്തു നമ്മളിൽ പ്രകാശിച്ചപ്പോൾ നമുക്ക് എന്തുവാണ്? പ്രകാശം ലഭിച്ചു. ആ പ്രകാശം തന്നതായ കർത്താവിന് ഇന്ന് വൽക്കാരം കരങ്ങളെടുത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്നും എന്തുവാണ് ലോകത്ത് നമ്മളെ പഠിച്ചു കഴിഞ്ഞാൽ ഇരുട്ടിന്റെ അന്ധകാരത്തില് എങ്ങോട്ട് തിരിയണം എന്ന് ചിന്തിച്ചുകൊണ്ട് നട്ടം തിരിയുന്നതായ ലക്ഷോപലക്ഷം ജനങ്ങളെ പാർക്കുന്നതായ നമ്മുടെ ഭാരതം, മറ്റുള്ള രാജ്യങ്ങളെ. എന്നാൽ അവരിൽ നിന്ന് ഞാനും നീയും വ്യത്യസ്തരാണ്. എന്തുകൊണ്ട്? ഈ പ്രകാശം നമുക്ക് ലഭിച്ചതിനാൽ, ഈ പ്രകാശം നമുക്ക് ലഭിച്ചതിനാൽ ദൈവമക്കളെ നന്ദി പറയണം. ഹല്ലേലൂയ. നമ്മള് ഫസ്റ്റ് പീറ്റർ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9 നമ്മൾ വായിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വിളിക്കപ്പെട്ടൊരു അത്ര വിശുദ്ധന്മാരെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്തുവാണ്? വിളിച്ച ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കളാണ് നമ്മളെ
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13 നമ്മൾ വായിക്കുന്നു. ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച ദൈവത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇരുട്ടിനൊരു അധികാരം ഉണ്ടായിരുന്നു. ആ അധികാരത്തിൽ ആയിരുന്നു നമ്മളൊക്കെ ആയിരുന്നത്. അവന്റെ അധികാരത്തിലായിരുന്നു. എന്നാൽ ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, ശത്രുവിന്റെ ആ പിടിയിൽ നിന്ന് ഹല്ലേലൂയ നമ്മളെ വിടുവിച്ച് നമ്മളെ സ്വതന്ത്രരാക്കി ഹല്ലേലൂയ ആ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മളെ ഒരു വലിയ പ്രകാശത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യാക്കോബ് പറഞ്ഞത് യഹോവ എന്തുവാണ്? ഹല്ലേലൂയ, വെളിച്ചത്തിന്റെ പിതാവെന്നാണ് യാക്കോബ് അപ്പോസ്തലനെ ദൈവത്തെ കുറിച്ച് പറയുന്നത്. അപ്പോഴേ ഹല്ലേലൂയ, വെളിച്ചത്തിന്റെ പിതാവായ ദൈവം നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു, പ്രകാശം നമുക്ക് തന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്നെ പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നാൽ യേശു അതിനുശേഷം അല്പം കഴിഞ്ഞതിന് ശേഷം വീണ്ടും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നാൽ നിങ്ങളെ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം ആ ലോകത്തിന്റെ വെളിച്ചമാക്കി ഹല്ലേലൂയ നമ്മളെ കർത്താവ് അവിടെ ഇവിടെയും ആക്കിയതിനായി നമുക്ക് നന്ദി പറയാം. അപ്പോഴേ നിങ്ങൾ വെളിച്ചമാകുന്നു പറഞ്ഞപ്പോഴേ കർത്താവ് കടന്നു വന്നപ്പോൾ എന്തുവാണ്? അനേക കുടുംബങ്ങളിലെ വെളിച്ചം വീശുവാൻ ഇടയായിത്തീർന്നു. അനേക പട്ടണങ്ങളിലെ ഗ്രാമങ്ങളിലെ വെളിച്ചം വീശുവാൻ ഇടയായിത്തീർന്നു. ഇരുട്ടിന്റെ അന്ധകാരത്തിൽ ജീവിച്ചതായ ആ അന്ധകാരത്തിൽ നിന്ന് അവരെ വിടുവിച്ച് പ്രകാശം എന്തുവാണ് അവർക്ക് കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ അവസ്ഥകൾക്കൊക്കെ വ്യത്യാസം തന്നു. എന്നാലേ വെളിച്ചമായി ഇന്ന് പോൽക്കാലം ഈ ലണ്ടൻ പട്ടണത്തിലെ നമ്മൾ ആയിരിക്കുന്ന ജോലി സ്ഥലങ്ങളിലെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ എവിടെ പോയാലും കർത്താവിന് വേണ്ടി ഒരു നക്ഷത്രമായി ഒരു വെളിച്ചമായി ശോഭിക്കുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോഴേ വെളിച്ചമായ കർത്താവ് പ്രകാശം നമുക്ക് തന്നത് എന്തുവാണ്? മറ്റു പലർക്കും പ്രകാശം കൊടുക്കുവാൻ വേണ്ടിയാണ്. ആ വലിയ യാഥാർത്ഥ്യം ഒരിക്കലും നമ്മൾ മറന്ന് പോകരുത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞു. യഹോവ നമ്മുടെ വെളിച്ചമായിരിക്കാൽ നമ്മുടെ കർത്താവിന് നമുക്ക് ഇന്ന് വൽക്കാലം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ വെളിച്ചം കാണാതെ ചിലപ്പോൾ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് നമ്മൾ സംശയിച്ചുകൊണ്ട് നിൽക്കുന്നതായ ചില അവസരങ്ങളുണ്ട്. എന്നാൽ ഇന്ന് വൽക്കാലം സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ 27-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കും മുതലേ യഹോവ എന്റെ വെളിച്ചമാകുന്നു, അവൻ എന്റെ രക്ഷയുമാകുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ആ വെളിച്ചം നമുക്ക് തന്നതായ കർത്താവിനെ നമ്മൾ എന്തുവാണ്? നന്ദിയോടെ ഓർക്കണം. അതാണ് ഇവിടെ പറയുന്നത്. നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചകളാലും ഭവിച്ച് ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. അപ്പോൾ നമുക്കൊരു പൂർവ്വകാലം ഉണ്ടായിരുന്നു. ഇവിടെ എവരോട് പറയാനുള്ളത്? നിങ്ങളുടെ പൂർവ്വകാലത്തെ നിങ്ങൾ മറക്കല്ലെന്നാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഒരു പൂർവ്വകാലമുണ്ട്. നമ്മൾ കടന്നു വന്ന വഴികൾ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. നമ്മളെ വിടുവിച്ച കർത്താവിനെ ഹല്ലേലൂയ നമ്മൾ ഓർക്കുമ്പോൾ കടന്നു വന്ന വഴികൾ മറക്കാതെ, പൂർവ്വകാലത്തെ മറക്കാതെ, ഹല്ലേലൂയ പൂർവ്വകാലത്തെ മറക്കാതെ ഓർക്കണമെന്ന് ഇവിടെ ഹല്ലേലൂയ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികളോട് പറയാണ്. നിങ്ങളുടെ പൂർവ്വകാലത്ത് നിങ്ങൾ പീഡനങ്ങൾ അനുഭവിച്ചു. നിങ്ങളുടെ ഹല്ലേലൂയ പൂർവ്വകാലത്ത് നിങ്ങൾ കൂത്ത കാഴ്ചകളെ ആയിത്തീർന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ നടത്തിയതായ പ്രകാശം തന്ന് നിങ്ങളെ നടത്തിയതായ ദൈവത്തെ മറക്കല്ലേ. ആ പൂർവ്വകാലത്തെ മറക്കല്ലേ. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിന് മുൻപ് സഹിച്ച കഷ്ടപ്പാട് ഒത്തിരിയുണ്ട് എബ്രായ ക്രിസ്ത്യാനികളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ. എന്നാൽ പൗലോസ് പറയുന്നത് എന്തുവാണ്? ഈ വർത്തമാന കാലത്ത് എന്തുവാണ്? നിങ്ങൾക്ക് ശക്തി നൽകുന്ന ഒന്നായിരിക്കും നിങ്ങളുടെ പൂർവ്വകാലത്ത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവ്വകാലത്ത് ഞാൻ നീ ഓർക്കുന്നുവെങ്കിൽ എന്തുവാണ്? കണ്ണുനീരോടെ ആരും പറയാതെ സ്തോത്രം പറയുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പൂർവ്വകാലത്തെ ഓർക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ വർഷിപ്പ് ലീഡർ നമ്മളെ ഫോഴ്സ് ചെയ്യാതെ ഹല്ലേലൂയ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ സാധിക്കും, ആരാധിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലെ ഒരു ദൈവ വൈതലെ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ അവന്റെ പൂർവ്വകാലത്തെ ഓർക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ ആരും പറയാതെ നൃത്തം ചെയ്ത് ഈ സർവശക്തനായ ഈ സർവ്വവല്ലഭനായ നമ്മളെ നടത്തിയതായ നമ്മളെ പരിപാലിച്ചതായ നമ്മളെ പോറ്റിയതായ നമ്മളെ പുലർത്തിയതായ ഈ ദൈവത്തിന് സ്തോത്രം പറയുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവിനെ ഒന്ന് ശരിക്കൊന്ന് ആരാധിക്കണം. എന്തുവാണ്? പൂർവ്വകാലത്തെ മറക്കാത്തവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പൂർവ്വകാലം ഓർക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വർത്തമാന കാലത്തിലെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിൽക്കുവാന്, കർത്താവിനെ ആരാധിക്കുവാന് സാധിക്കും. അപ്പോൾ ഈ വർത്തമാന കാലത്ത് എന്തുവാണ്? ഒരു വിശ്വാസിക്ക് ശക്തി നൽകി കൊടുക്കുന്ന ഒരു
ഇന്ധനം എന്തിനകത്തുണ്ട്? ഈ പൂർവ്വകാലത്തെ ഓർക്കുമ്പോഴേ. കാര്യം ആ പൂർവ്വകാലത്തെ ഒന്ന് തിരിച്ച് ചിന്തിക്കുമ്പോൾ, അയ്യോ എൻ്റെ ജീവിതത്തിലെ അന്ന് അത്ഭുതം ചെയ്ത ദൈവം, അയ്യോ എൻ്റെ ജീവിതത്തിലെ അന്ന് എന്നെ സൗഖ്യമാക്കിയ ദൈവം, ഹല്ലേലൂയ, അയ്യോ എൻ്റെ ജീവിതത്തിലെ ഞാൻ എങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് വഴി തുറന്നതായ ആ ദൈവം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ കാര്യങ്ങളെ നമുക്ക് ചിന്തിച്ച പൂർവ്വകാലത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ സാധിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയാണ്, നിങ്ങളുടെ പൂർവ്വകാലം നിങ്ങളെ മറക്കരുത്, അതിനെ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോഴും സന്തോഷിക്കുവാനായിട്ട് വകയുണ്ട് എന്ന് പറയാണ്. ഹല്ലേലൂയ. ഇവിടെ തുടർന്നുള്ളതായ വാക്യങ്ങളിൽ 34 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു പ്രോത്സാഹനം കൊടുക്കുകയാണ്. പ്രോത്സാഹനത്തോടൊപ്പം വാഗ്ദാനങ്ങൾ നൽകുന്നത് നമുക്ക് 34 വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തടവുകാരോടെ നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിലെ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുള്ള അപകാരം സന്തോഷത്തോടെ സഹിച്ചു എന്ന് പറയാണ്. അപ്പോൾ ഇവരുടെ സമ്പത്തുകളൊക്കെ നഷ്ടപ്പെട്ടു. കർത്താവിന് വേണ്ടി ഇവരെ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവരുടെ പൂർവ്വകാലത്ത് സംഭവിച്ച എന്താണ്? അവരുടെ സമ്പത്തുകളൊക്കെ എന്തുവാണ്? മറ്റുള്ളവർ പിടിച്ചെടുത്തു, സമ്പത്തുകളൊക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ സമ്പത്ത് ആർക്കും എന്തുവാണ് പിടിച്ചെടുക്കുവാൻ സാധിക്കാത്തതായ, ആർക്കും എന്തുവാണ് ഹല്ലേലൂയ എടുത്തുകൊണ്ടുപോകാൻ സാധിക്കാത്തതായ ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സമ്പത്തുകൾ അപഹരിച്ചു കഴിഞ്ഞാലും എന്തുവാണ്? കർത്താവ് തന്നിരിക്കുന്നതായ സ്വർഗീയ സമ്പത്തിനെ അപഹരിക്കുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ആ സ്വർഗീയ സമ്പത്ത് എന്തുവാണ്? എപ്പോഴും സുരക്ഷിതമാണ്, അത് സെക്യൂർ ആണ്, അത് പ്രൊട്ടക്റ്റഡ് ആണ്. ഹല്ലേലൂയ. അത് നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി പരിപാലിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ഇവിടെയുള്ളതായ സമ്പത്തുകളൊക്കെ എന്തുവാണ്? മാറിപ്പോകാം, പിടിച്ചെടുക്കാം, നശിച്ചു പോകാം. ഹല്ലേലൂയ. പുഴുവും തുരുമ്പും ഒക്കെ ഉണ്ടാകാം. എന്നാൽ കർത്താവ് ഒരുക്കുന്നതായ സമ്പത്ത്, ഹല്ലേലൂയ, അതിനെ മോഷ്ടിക്കുവാന്, അതിനെ എടുത്തുകൊണ്ട് പോകുവാനായിട്ട്, അതിനെ അപഹരിക്കുവാന് ആർക്കും കഴിയുകയില്ല എന്ന് പറയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു, എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു ഉത്തമ സമ്പത്തുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ഒരുക്കുന്നതായ ആ നിത്യതയിലെ ഒരുക്കുന്നതായ ഹല്ലേലൂയ ആ നല്ല സമ്പത്തിനായി, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് കരങ്ങളെടുത്ത് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അതിന്റെ പേരാണ് ഉത്തമ സമ്പത്ത്. ഹല്ലേലൂയ. എല്ലാത്തിനേക്കാട്ടിലും ഉത്തമമായതാണ് എന്താണ് ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരുക്കിയിരിക്കുന്ന സമ്പത്ത് എല്ലാ സമ്പത്തിനേക്കാളും ഉത്തമമായ സമ്പത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ്, ടോപ്പ് ക്വാളിറ്റി. ഹല്ലേലൂയ. നല്ല സമ്പത്ത്, ഉത്തമമായത് ചെയ്യുന്ന കർത്താവ് ഉത്തമ സമ്പത്ത് നമുക്ക് അവന് ഒരുക്കിയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ താഴോട്ട് വായിച്ചിരുമ്പോൾ വീണ്ടും എന്താണ് പൗലോസിന് പറയാനുള്ളത്? ഈ സമ്പത്തുള്ള അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ, അതുകൊണ്ട് പറയാണ് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളി കരയരുത്. അപ്പോൾ പീഡനങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ ലഭിച്ച ധൈര്യം എന്താണ്? നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. നിങ്ങളെ പീഡനങ്ങളിലൂടെ കടന്നു പോയപ്പോഴെന്തുമാണ്? നിങ്ങളെ ധൈര്യപ്പെടുത്തിയ കർത്താവുണ്ട്. അതുകൊണ്ടാണ് ഈ പൂർവ്വകാലം ഓർക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ പീഡനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് ധൈര്യം തന്നതായ, ഉറപ്പ് തന്നതായ, മഹാപ്രതിഫലമുള്ളതായ, ഹല്ലേലൂയ, പ്രതിഫലമുള്ളതായ ഇത് നിങ്ങളെ തള്ളിക്കളയരുത് എന്ന് പറയുന്നു. അപ്പോൾ ഭൗതിക സമ്പത്തൊക്കെ അപഹരിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഉത്തമ സമ്പത്തുണ്ട് എന്നുള്ളതായ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിനുശേഷം പറയാണ് മഹാപ്രതിഫലമുള്ളതായ ഈ ധൈര്യം എന്താണ്? നിങ്ങൾ തള്ളിക്കളയാതെ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇന്ന് നമ്മൾ പാടിപ്പോൽ കാലം എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ ഇവിടെ സിമ്പിളി പൗലോസിന് പറയാനുള്ളത് ഹല്ലേലൂയ ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ ഹല്ലേലൂയ സഹിഷ്ണുത നിങ്ങൾക്ക് വളരെ ആവശ്യപ്പെടും. വാഗ്ദത്തം പ്രാപിക്കുവാൻ എന്തുവാണ്? സഹിഷ്ണുത ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ സഹിഷ്ണുതയോടുകൂടി എന്തുവാണ്? നമ്മൾ കാത്തിരിക്കണം കർത്താവിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാനായിട്ട്. ഇന്നല്ലെങ്കിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്നതായ ഉത്തമ സമത്വം അവന്റെ വാഗ്ദത്തങ്ങളെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്നതായ ഒരു ദൈവവേദനെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സഹിഷ്ണുത എന്തുവാണ്? മാറ്റിക്കളയാതെ നിങ്ങളെ സഹിഷ്ണുത എന്തുവാണ്? ഹല്ലേലൂയ. നിങ്ങളെ സഹിഷ്ണുതയില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ഉത്തമ സമയത്ത് പ്രാപിക്കുവാനും ആ മഹാപ്രതിഫലം എന്തുവാണ് പ്രാപിക്കുവാനും ആ വാഗ്ദത്തങ്ങളെ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ വാഗ്ദത്തങ്ങളെ പ്രാപിക്കണമെങ്കിൽ എന്തുവാണ്?
അതുകൊണ്ടാണ് നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യം എന്ന് ഇവിടെ പറയുന്നു. അതിനുശേഷം പൗലോസ് പറയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്.